പ്രിയമുള്ളവരെ, വചനജ്വാല 1822 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ആഗസ്റ്റ് 27 വ്യാഴാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ നാം ജോയലിന്റെ പുസ്തകം ആരംഭിക്കുന്നു. BC 5-ാം നൂറ്റാണ്ടിലോ 4-ാം നൂറ്റാണ്ടിലോ ആയിരിക്കണം ജോയേലിന്റെ പുസ്തകം വിരചിതമായത് എന്ന് മാത്രമേ പറയാനാവൂ. പ്രവാചകരെ പറ്റി ചരിത്രപരമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല. കഠിനമായ വെട്ടുകിളിബാധയുടെയും രൂക്ഷമായ വരൾച്ചയുടെയും പശ്ചാത്തലത്തിലാണ് പ്രവാചകൻ സംസാരിക്കുന്നത്. പ്രവാചകന്റെ വീക്ഷണത്തിൽ ഇവ ആസന്നമായ ശിക്ഷയുടെ, കർത്താവിന്റെ ദിനത്തിന്റെ പ്രതീകങ്ങളാണ്. മേൽപ്പറഞ്ഞ വെട്ടുകിളിബാധയുടെയും വരൾച്ചയുടെയും വിവരണവും തങ്ങളുടെ അകൃത്യങ്ങളെക്കുറിച്ച് അനുദപിക്കാൻ ജനത്തിന് നൽകുന്ന ആഹ്വാനവുമാണ് ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗത്ത് വിവരിക്കുന്നത്. പ്രവാചകന്റെ ശബ്ദം ശ്രവിച്ച ജനത്തോട് ദൈവം കരുണ കാണിക്കുന്നതും അവർക്ക് ഐശ്വര്യം നൽകുന്നതും, കർത്താവിന്റെ ദിനത്തിൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യവും ജനതകൾക്കുള്ള ശിക്ഷയുമാണ് രണ്ടാം ഭാഗത്ത് വിവരിക്കുന്നത്. അവസാന നാളുകളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ ആത്മാവിനെ വർഷിക്കുമെന്ന ജോയലിന്റെ പ്രവചനം സവിശേഷ ശ്രദ്ധ അർഹിക്കുന്നുണ്ട്. നാം 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവാക്യങ്ങളാണ് ഇന്ന് നാം ശ്രവിക്കുക. കൃഷിനാശം. പെതുവേലിന്റെ മകൻ ജോയേലിന് കർത്താവിൽ നിന്ന് ലഭിച്ച അരുളപ്പാട്: വൃദ്ധരെ ശ്രവിക്കുവിൻ, ദേശവാസികളെ ചെവിക്കൊള്ളുവിൻ. നിങ്ങളുടെയോ പിതാക്കന്മാരുടെയോ കാലത്ത് ഇങ്ങനെയൊന്ന് സംഭവിച്ചിട്ടുണ്ടോ? ഇതേപ്പറ്റി നിങ്ങളുടെ മക്കളോട് പറയുവിൻ. അവർ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ അടുത്ത തലമുറയോടും പറയട്ടെ. വീട്ടിൽ ശേഷിപ്പിച്ചത് വെട്ടുകിളി തിന്നു, വെട്ടുകിളി ശേഷിപ്പിച്ചത് പച്ചക്കുതിര തിന്നു, പച്ചക്കുതിര ശേഷിപ്പിച്ചത് കമ്പിളിപ്പുഴു തിന്നു. മദ്യപന്മാരെ ഉണർന്നു വിലപിക്കുവിൻ, വീഞ്ഞു കുടിക്കുന്നവരെ നെടുവീർപ്പിടുവിൻ. മധുരിക്കുന്ന വീഞ്ഞ് നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തട്ടി മാറ്റിയിരിക്കുന്നു. അതിശക്തവും സംഖ്യാതീതവുമായ ഒരു ജനത എന്റെ ദേശത്തിനെതിരെ വന്നിരിക്കുന്നു. അതിന്റെ പല്ല് സിംഹത്തിൻ്റെതുപോലെയും ദംഷ്ട്രകൾ സിംഹിയുടേതുപോലെയുമാണ്. അത് എന്റെ മുന്തിരിച്ചെടികളെ നശിപ്പിച്ചു, അത്തിവൃക്ഷങ്ങളെ ഒടിച്ചു തകർത്തു, അതിന്റെ തൊലി ഉരിഞ്ഞ് ശാഖകൾ വെളുപ്പിച്ചു. തന്റെ യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി ചാക്കൊടുത്ത് വിലപിക്കുന്ന കന്യകയെ പോലെ പ്രലപിക്കുവിൻ. ധാന്യബലിയും പാനീയ ബലിയും കർത്താവിന്റെ ഭവനത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ വിലപിക്കുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. ജോയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ മോനിക്ക പുണ്യവതിയെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. മോനിക്ക ആഫ്രിക്കയിൽ കാർത്തേജിൽ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ 322 ജനിച്ചു. വിവാഹം കഴിച്ചത് തഗാസ്റ്റെ എന്ന പട്ടണത്തിലെ പെട്രീഷ്യസ് എന്ന
ഒരു വിജാതീയനെയാണ്. അവർക്ക് അഗസ്റ്റിൻ, നവീജിയസ് എന്നീ 2 ആൺമക്കളുണ്ടായി. മോനിക്ക തന്റെ സന്മാതൃകയും സ്നേഹവായ്പും വഴി ഭർത്താവിന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചു. ഭർത്താവ് കോപിഷ്ഠനായിരുന്നു എങ്കിലും മോനിക്ക സഹിക്കയല്ലാതെ അദ്ദേഹത്തോട് കോപിച്ചിട്ടില്ല. തന്റെ ക്ഷമ വഴി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഭർത്താവിനെ ആനയിക്കാൻ മോനിക്കയ്ക്ക് സാധിച്ചു. 370 പട്രീഷ്യസ് സ്നാനം സ്വീകരിച്ചു. 371 മരിക്കുകയും ചെയ്തു. അഗസ്റ്റീൻ അന്ന് കർത്തേജിൽ പഠിക്കുകയായിരുന്നു. 373 അവിടെ വെച്ച് അദ്ദേഹം മനിക്കേയൻ പാഷണ്ഡത ശ്ലേഷിച്ചു. അന്നു മുതൽ മകന്റെ ജ്ഞാനസ്നാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു മോനിക്കയുടെ തൊഴിലെന്ന് പറയാം. 387 മകൻ ജ്ഞാനസ്നാനപ്പെടുത്തതുവരെ അവളുടെ കണ്ണുനീർ തോർന്നിട്ടില്ല. പല വൈദികരെ കൊണ്ടും മെത്രാന്മാരെ കൊണ്ടും ഉപദേശിപ്പിച്ചു. മനിക്കേയൻ പാഷണ്ഡതയിൽ നിന്ന് മാനസാന്തരപ്പെട്ട ഒരു മെത്രാൻ അവളോട് പറഞ്ഞു, നീ ചെയ്യുന്നത് പോലെ തുടരുക. ഇത്രയേറെ കണ്ണുനീരിന്റെ മകൻ നശിക്കുക അസാധ്യമാണ്. അഗസ്റ്റിൻ പ്രഭാഷണ കല പഠിക്കാൻ റോമായിലേക്ക് പോകാൻ ഒരുങ്ങി. മാനസാന്തരം നീളുമെന്ന് ഭയന്ന് മോനിക്ക തടഞ്ഞു. വിശുദ്ധ സപ്രിയന്റെ കബറിടത്തിനരികെ ആ യാത്ര തടയാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഗസ്റ്റിൻ ഒളിച്ച് റോമായിലേക്ക് പോയി. റോമിൽ നിന്ന് ഉപരിപഠനാർത്ഥം അഗസ്റ്റിൻ മിലാനിലേക്ക് പോയി. അവിടെ വെച്ച് അദ്ദേഹം വിശുദ്ധ അംബ്രോസിന്റെ നിരവധി പ്രസംഗങ്ങൾ കേട്ടു. മനിക്കേയിസം അഗസ്റ്റിൻ ഉപേക്ഷിച്ചു. പിന്നെയും കുറെ നാൾ കൂടി മോനിക്ക കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ടി വന്നു. മോനിക്ക മിലാനിൽ നിന്ന് വിശുദ്ധ അംബ്രോസിന്റെ ഉപദേശപ്രകാരം ജീവിച്ചു. അവസാനം 387 ഉയർപ്പ് തിരുനാൾ ദിവസം അഗസ്റ്റിൻ സ്നാനം സ്വീകരിച്ചു. കൂടെ അദ്ദേഹത്തിന്റെ കുറെ സ്നേഹിതന്മാരും. അവരെയെല്ലാം മക്കളെപ്പോലെ മോനിക്ക ശുശ്രൂഷിച്ചു. എല്ലാവരും ആഫ്രിക്കയിലേക്ക് മടങ്ങി. അവിടെ വെച്ച് തന്റെ മരണം സമീപിക്കാറായിരിക്കുന്നുവെന്ന് കണ്ട് മക്കളോട് ഇങ്ങനെ പറഞ്ഞു, ഈ ശരീരം നിങ്ങൾ എവിടെയെങ്കിലും സംസ്കരിച്ചു കൊള്ളുക. കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ എവിടെയായിരുന്നാലും ബലിപീഠത്തിങ്കൽ എന്നെ അനുസ്മരിക്കുവിൻ. ഈ വാക്കുകൾ പറഞ്ഞ ശേഷം 9 ദിവസത്തെ അതിദാരുണമായ അസുഖങ്ങൾക്ക് ശേഷം 56-ാം വയസ്സിൽ മോനിക്ക കർത്താവിൽ നിദ്ര പ്രാപിച്ചു. പ്രിയമുള്ളവരെ, തൻ്റെ കണ്ണുനീരുകൊണ്ട് മകന്റെ മാനസാന്തരം സഭാപിതാവ് വരെ എത്തിച്ച വിജ്ഞരിൽ വിജ്ഞനായ അഗസ്റ്റീനോസ് പുണ്യവാനെ സഭയ്ക്ക് നൽകിക്കൊണ്ട് ആ പുണ്യവതിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ നമ്മൾ പ്രത്യേകം മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.